ഏറെ ആശ്വാസം നൽകുന്നൊരു വാർത്തയിലേക്ക്. രാജ്യത്തെ പലിശ നിരക്കുകൾ റിസർവ് ബാങ്ക് കുറച്ചു. ഏകദേശം 5 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നത്. പ്രധാന റിപ്പോ നിരക്ക് കുറച്ചത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കരുത്തിനെ സൂചിപ്പിക്കുന്നു. ഇന്ത്യ ശക്തമാണ്. രാജ്യത്തിന്റെ ഖജനാവ് അതിശക്തമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണവും ഡോളറും കരുതൽ ശേഖരവുമുള്ള രാജ്യങ്ങളിൽ ഒന്നും കൂടിയാണ് നമ്മുടെ ഇന്ത്യ. 6.5% നിന്ന് 6.25% റിപ്പോ നിരക്കുകൾ റിസർവ് ബാങ്ക് കുറച്ചത്. കഴിഞ്ഞ ഡിസംബറിൽ RBI ഗവർണറായി ചുമതലയേറ്റതിനു ശേഷമുള്ള തന്റെ ആദ്യ പ്രധാന പ്രസംഗത്തിൽ സഞ്ജയ് മൽഹോത്ര ആശ്വാസ നടപടികൾ ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചിരുന്നു. റിസർവ് ബാങ്ക് നയരൂപീകരണ സമിതിയുടെ ഏകകണ്ഠമായ തീരുമാനമാണ് പലിശ നിരക്കുകൾ കുറയ്ക്കാൻ 3 RBI അംഗങ്ങളും 3 ബാഹ്യ അംഗങ്ങളും അടങ്ങുന്ന MPC ആണ് റിസർവ് ബാങ്കിന്റെ തീരുമാനം എടുക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥ ചരിത്രപരമായ ശരാശരിയേക്കാൾ താഴെ വളരുന്നതിനാൽ ആഗോള സാമ്പത്തിക പശ്ചാത്തലം വെല്ലുവിളി നിറഞ്ഞതായി തുടരുകയാണ് എന്ന് റിസർവ് ബാങ്ക് മേധാവി മൽഹോത്ര പറഞ്ഞു. അതായത് ലോക സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിൽ തുടരുകയാണ്. ലോകത്ത് തകർച്ച തുടരുമ്പോൾ ഇന്ത്യ കുതിക്കുകയാണ്. ബജറ്റിൽ യൂറോപ്യൻ രാജ്യങ്ങളെ പോലും അമ്പരപ്പിച്ച് ബജറ്റിൽ 12 ലക്ഷം രൂപ വരെ നികുതി ഒഴിവാക്കിയിരുന്നു. പല വികസിത രാജ്യങ്ങളിൽ പോലും ഇത്ര വലിയ നികുതി ഒഴിവ് പൗരന്മാർക്ക് നൽകിയിട്ടില്ല എന്നതും ഓർക്കണം. ഇന്ത്യയുടെ ഉയർന്ന സൂചകങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയിലെ തകർച്ചകളെ പ്രതിരോധിക്കുന്ന സൂചനകളാണ്. രാജ്യം ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ വീണില്ല എന്ന് മാത്രമല്ല, നേട്ടത്തിൽ കുതിക്കുകയാണിപ്പോൾ. ഇന്ത്യൻ ഇക്കോണമി ശക്തവും പ്രതിരോധ ശേഷിയുള്ളതുമായി തുടരുന്നു എന്നും റിസർവ് ബാങ്ക് ഗവർണറും വ്യക്തമാക്കി. ഇതിനിടെ രൂപയുടെ വില തകർച്ചയും ഡോളറിന്റെ വില കൂടലും ഒന്നും ഇന്ത്യയുടെ നേട്ടത്തെ ബാധിച്ചിട്ടില്ല. ഡോളർ വില ഉയർന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് പലിശ നിരക്ക് കുറച്ച് നമ്മുടെ റിസർവ് ബാങ്ക് വിമർശകരെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇതിനിടെ രൂപയുടെ വില തകർച്ചയും ഡോളറിന്റെ വില കൂടലും ഒന്നും ഇന്ത്യയുടെ നേട്ടത്തെ ബാധിച്ചിട്ടില്ല. ഡോളർ വില ഉയർന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് പലിശ നിരക്ക് കുറച്ച് നമ്മുടെ റിസർവ് ബാങ്ക് ഇപ്പോൾ വിമർശകരെ ഞെട്ടിച്ചിരിക്കുന്നത്. കാർഷിക വൃത്തിയിലും വാണിജ്യ വൃത്തിയിലും ഊന്നിയിരുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും ഉൽപാദന മേഖലയിലും സേവന മേഖലയിലും ഊന്നിയ സാമ്പത്തിക വ്യവസ്ഥയിലേക്കുള്ള മാറ്റമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രം. GDP പ്രകാരം ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. അനേകം വികസിത രാജ്യങ്ങൾ പോലും സമ്പത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് പിറകിലാണ് സ്ഥാനം. ഇന്ത്യയുടെ GDPയുടെ ഏതാണ്ട് 70% ആഭ്യന്തര ഉപഭോഗത്താൽ നയിക്കപ്പെടുന്നു. മാത്രമല്ല, ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ ഉപഭോക്തൃ വിപണിയായി തുടർന്നു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 10ാമത്തെ വലിയ ഇറക്കുമതിക്കാരനും 8ാമത്തെ വലിയ കയറ്റുമതി രാജ്യവുമാണ്. അതായത് ഇറക്കുമതിയും കയറ്റുമതിയും ഒരുപോലെ പ്രധാനമാണ് ഇന്ത്യക്ക്. വികസിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക അന്തരീക്ഷത്തിന് അനുസൃതമായ റിസർവ് ബാങ്ക് നിരക്കുകൾ ക്രമീകരിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ 11 തുടർച്ചയായ യോഗങ്ങളിലും റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് 6.5% മാറ്റമില്ലാതെ നിലനിർത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പലിശ കുറച്ചിരിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ RBI ഇന്ത്യയുടെ യഥാർത്ഥ GDP വളർച്ച 7.2% കണക്കാക്കുന്നു. അതേസമയം സാമ്പത്തിക സർവേ 6.4% വളർച്ചയാണ് പ്രവചിക്കുന്നത്. കേന്ദ്ര ബജറ്റിന്റെ വെളിച്ചത്തിൽ നിരക്ക് കുറയ്ക്കും എന്ന പ്രതീക്ഷകൾ ഉയർന്നിരുന്നു. ഇത് ചിലവുകൾ പുനരുജ്ജീവിപ്പിക്കാൻ സാധാരണക്കാരന്റെ നികുതി ഭാരം കുറച്ചു. റിസർവ് ബാങ്ക് പലിശ കുറച്ചതോടെ ജനങ്ങൾക്ക് ബാങ്കിംഗ് പലിശകളിലും കുറവ് വരും. ന്യൂസ് ഡെസ്ക് കർമാനസ്.